Welcome students to second video on solutions. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് സൊല്യൂഷൻ എന്താണെന്നും പല ടൈപ്പ് സൊല്യൂഷനെ പറ്റിയും സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ഡിഫറെന്റ് ടേംസിനെ പറ്റിയുമായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സോലുബിലിറ്റി എന്താണെന്നും സോളിഡ് ഇൻ ലിക്വിഡ് സിസ്റ്റത്തിന്റെയും ഗ്യാസ് ഇൻ ലിക്വിഡ് സിസ്റ്റത്തിന്റെയും സോലുബിലിറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും അതിനോടനുബന്ധിച്ച് ഹെൻറിസ് ലോയും അതിന്റെ അപ്ലിക്കേഷൻസുമാണ്. ആദ്യമായി സോലുബിലിറ്റി എന്താണെന്ന് കാണാം. ഒരു നിശ്ചിത എമൗണ്ട് സോൾവെന്റിൽ മാക്സിമം എത്ര സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യുന്നു എന്നതിനെയാണ് സോലുബിലിറ്റി എന്ന് പറയുന്നത്. സോലുബിലിറ്റി എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഒരു സോളിഡ് ഇൻ ലിക്വിഡ് സിസ്റ്റത്തിന്റെ സോലുബിലിറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമുക്ക് ആദ്യം കാണാം. ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്, അതായത് ഒരു പോളാർ സൊല്യൂട്ട് ആണെങ്കിൽ അത് പോളാർ സോൾവെന്റിലായിരിക്കും സോലുബിൾ ആയിരിക്കും. ഒരു നോൺ പോളാർ സൊല്യൂട്ട് ഒരു നോൺ പോളാർ സോൾവെന്റിലായിരിക്കും സോലുബിൾ ആവുക. ഉദാഹരണമായി സോഡിയം ക്ലോറൈഡ് നമുക്കറിയാം ഒരു പോളാർ സൊല്യൂട്ട് ആണ്. അത് പോളാർ സോൾവെന്റ് ആയ വാട്ടറിൽ സോലുബിൾ ആണ്. പക്ഷെ നോൺ പോളാർ സോൾവെന്റ് ആയ ബെൻസീനിൽ സോലുബിൾ അല്ല. നാഫ്തലിൻ ഒരു നോൺ പോളാർ സൊല്യൂട്ട് ആണ്. അത് പോളാർ സോൾവെന്റ് ആയ വാട്ടറിൽ സോലുബിൾ അല്ല. പക്ഷെ നോൺ പോളാർ സോൾവെന്റ് ആയ ബെൻസീനിൽ സോലുബിൾ ആണ്. സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷന്റെ സോലുബിലിറ്റിനെ എഫക്ട് ചെയ്യുന്ന അടുത്തൊരു ഫാക്ടറാണ് ടെമ്പറേച്ചർ. ഒരു സൊല്യൂട്ടും സോൾവെന്റും ചേർന്ന് ഒരു സൊല്യൂഷൻ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഡിസൊല്യൂഷൻ ചിലപ്പോൾ എക്സോതെർമിക് റിയാക്ഷൻ ആവാം, അല്ലെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷൻ ആവാം. എക്സോതെർമിക് റിയാക്ഷൻ എന്ന് വെച്ചാൽ ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുന്ന റിയാക്ഷനും എൻഡോതെർമിക് എന്ന് വെച്ചാൽ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷനുമാണ്. ഈ ഡിസൊല്യൂഷൻ പ്രോസസ്സ് എൻഡോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ സോലുബിലിറ്റി കൂടും. ഡിസൊല്യൂഷൻ പ്രോസസ് എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ സോലുബിലിറ്റി കുറയും, അല്ലെങ്കിൽ സോലുബിലിറ്റി കൂട്ടണമെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കണം. അടുത്തതായി സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻസ് എന്താണെന്ന് നോക്കാം. സെയിം ടെമ്പറേച്ചറിലും പ്രഷറിലും ഒരു സൊല്യൂഷനിൽ കൂടുതലായി സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു സാച്ചുറേറ്റഡ് സൊല്യൂഷനാണ്. അതേസമയം കൂടുതൽ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻ ആണെങ്കിൽ അതൊരു അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയിരിക്കും. സോലുബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡിന് മാറ്റം വരുത്താനായിട്ട് പ്രഷറിന് സാധിക്കില്ല. ഇനി നമുക്ക് ഗ്യാസ് ഇൻ ലിക്വിഡ് സിസ്റ്റത്തിന്റെ സോലുബിലിറ്റിന് എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാ നോക്കാം. ഈ സിസ്റ്റത്തിൽ പ്രഷറിനും ടെമ്പറേച്ചറിനും കാര്യമായ പങ്കുണ്ട്. ഒരു ഗ്യാസിന്റെ ലിക്വിഡിലെ സോലുബിലിറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഹെൻറിസ് ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഹെൻറിസ് ലോന്റെ സ്റ്റേറ്റ്മെന്റ് സോലുബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ഓഫ് ദ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഹെൻറിസ് ലോ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ഗ്യാസിന്റെ വേപ്പർ ഫേസിലുള്ള പാർഷ്യൽ പ്രഷർ ആ സൊല്യൂഷനില് ഗ്യാസിന്റെ മോൾ ഫ്രാക്ഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് പാർഷ്യൽ പ്രഷർ പി ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ കൈ. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഇക്വേഷൻ ഫോം ചെയ്യുമ്പോൾ പി ഈസ് ഈക്വൽ ടു KH ഇൻറ്റു കൈ എന്ന് കിട്ടും. വേർ KH ഇസ് നോൺ ആസ് ഹെൻറിസ് ലോ കോൺസ്റ്റന്റ്. ഹെൻറിസ് ലോ ഒരു ആനിമേഷന്റെ സഹായത്തോടെ മനസ്സിലാക്കാം. ഇവിടെ ഒരു ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ സിസ്റ്റമാണ് കാണുന്നത്. ബ്ലൂ ഡോട്ട്സ് റെപ്രസെന്റ് ചെയ്യുന്നത് ഗ്യാസ് മോളിക്യൂൾസിനെയാണ്. ഇപ്പോൾ കുറച്ച് ഗ്യാസ് മോളിക്യൂൾസ് മാത്രമേ സൊല്യൂഷനിൽ ഡിസോൾവ് ആയിട്ടുള്ളൂ. പ്രഷർ കൂടുമ്പോൾ സൊല്യൂഷനിൽ കൂടുതൽ ഗ്യാസ് മോളിക്യൂൾസ് ഡിസോൾവ് ആകുന്നത് കാണാം. ഇതാണ് ഹെൻറിസ് ലോ പറയുന്നത്. പ്രഷർ കൂടുമ്പോൾ ലിക്വിഡിലുള്ള ഗ്യാസിന്റെ സോലുബിലിറ്റി കൂടും. At a given pressure, when KH value increases, the solubility of gas in liquid decreases. നമ്മൾ ഒരേ ടെമ്പറേച്ചർ എടുക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ഗ്യാസുകളുടെ KH വാല്യൂ ഡിഫറെന്റ് ആയിരിക്കും. ടെമ്പറേച്ചർ കുറയുമ്പോൾ KH വാല്യൂ കൂടും.
അടുത്തതായി ഹെൻറീസ് ലോന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമുക്ക് നോക്കാം. പാർഷ്യൽ പ്രഷർ അഗൈൻസ്റ്റ് സ്മോൾ ഫ്രാക്ഷൻ. നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ആ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് KHന്റെ വാല്യൂവിന് തുല്യമായിരിക്കും. അടുത്തതായി ഹെൻറീസ് ലോന്റെ കുറച്ച് അപ്ലിക്കേഷൻസ് കാണാം. ഒന്നാമത്തെ, സോഫ്റ്റ് ഡ്രിങ്ക്സിലും സോഡ വാട്ടറിലും കാർബൺ ഡൈ ഓക്സൈഡിന്റെ സോലിബിലിറ്റി കൂട്ടാൻ ഹൈ പ്രഷറിലാണ് ബോട്ടിൽ സീൽ ചെയ്യുന്നത്. ഹെൻറീസ് ലോന്റെ രണ്ടാമത്തെ അപ്ലിക്കേഷൻ കാണാം. സ്കൂബ ഡൈവേഴ്സ്, അതായത് മുങ്ങൽ വിദഗ്ധര് കടലിന്റെ അടിയിലേക്ക് പോകുമ്പോൾ ശ്വസിക്കുന്നതിനായി ഓക്സിജൻ സിലിണ്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. കടലിനടിയിൽ പ്രഷർ കൂടുതലായ കാരണം ഗ്യാസിന്റെ സോലിബിലിറ്റിയും കൂടുതലായിരിക്കും. ഈ ഡൈവേഴ്സ് തിരിച്ച് സീയുടെ സർഫസിലോട്ട് വരുമ്പോൾ അവിടെ പ്രഷർ കുറവായിരിക്കും. ബ്ലഡിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള എക്സസ് ഗ്യാസ് റിലീസ് ചെയ്യാൻ തുടങ്ങും. നൈട്രജനൊക്കെ റിലീസ് ചെയ്യുന്നത് ബബിൾസിന്റെ ഫോമിലാണ്. ഇങ്ങനെ ബബിൾസ് ഉണ്ടാവുമ്പോൾ കാപ്പിലറിയില് ബ്ലോക്കായി ഹൈലി പെയിൻഫുള്ളും ഡേഞ്ചറസ് ആയിട്ടുള്ള ബെൻഡ് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടാവും. ഈ ബെൻഡുകൾ ഒഴിവാക്കാനായിട്ട് ഓക്സിജൻ സിലിണ്ടറിൽ നൈട്രജനും ഓക്സിജനും പുറമെ ഹീലിയം ഉപയോഗിച്ച് ഡൈലൂഷൻ നടത്തും. മൂന്നാമത്തെ അപ്ലിക്കേഷൻ, നമുക്കറിയാം ഹിൽ ടോപ്പുകളിലെല്ലാം പ്രഷർ കുറവായിരിക്കും. പ്രഷർ കുറയുമ്പോൾ ഓക്സിജന്റെ സോലിബിലിറ്റിയും കുറവായിരിക്കും. ക്ലൈംബേഴ്സിനും ഹിൽ ടോപ്പിൽ താമസിക്കുന്നവർക്കും ഡിസോൾവ് ഓക്സിജന്റെ അളവ് ബ്ലഡിൽ കുറവായിരിക്കും. ഈ ഓക്സിജന്റെ കുറവ് അവർക്ക് പ്രോപ്പർ തിങ്കിങ്ങിന് സാധിക്കാത്തൊരവസ്ഥ ഉണ്ടാക്കുന്നു. ഇതിന് പറയുന്ന ടേമാണ് അനോക്സിയ. ഇനി നമുക്ക് ഗ്യാസ് ഇൻ ലിക്വിഡ് സിസ്റ്റത്തിൽ ടെമ്പറേച്ചറിന്റെ ഇഫക്റ്റ് എങ്ങനെയാന്ന് നോക്കാം. ടെമ്പറേച്ചർ കൂടുമ്പോൾ സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഡിക്രീസ് ചെയ്യും. ഇതിന് കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഇൻക്രീസസ്. കൈനറ്റിക് എനർജി കൂടുമ്പോൾ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുകയും ഈ ഗ്യാസ് മോളിക്യൂൾസ് എസ്കേപ്പ് ചെയ്യുകയും ചെയ്യും. ഗ്യാസ് ഇൻ ലിക്വിഡ് സിസ്റ്റത്തിൽ ടെമ്പറേച്ചറിന്റെ ഇഫക്റ്റ് എങ്ങനെയാണെന്ന് ഒരു അപ്ലിക്കേഷന്റെ സഹായത്തോടെ നമുക്ക് നോക്കാം. അക്വാട്ടിക് ആനിമൽസ് വാം വാട്ടറിനേക്കാളും കോൾഡ് വാട്ടറിലായിരിക്കും മോർ കംഫർട്ടബിൾ. കാരണം തണുത്ത വെള്ളത്തിൽ ഡിസോൾവ് ഓക്സിജന്റെ അളവ് കൂടുതലായിരിക്കും. ഇതോടുകൂടി സൊല്യൂഷന്റെ രണ്ടാമത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത് സോലിബിലിറ്റിനെ പറ്റിയും ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സോലിബിലിറ്റിയും അതിനോടനുബന്ധിച്ച് ഹെൻറീസ് ലോയും അതിന്റെ അപ്ലിക്കേഷനുമാണ്.